ഈ അവസരത്തിൽ നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമോ വാക്ക്. എറണാകുളം ജില്ലയിലെ വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ മേൽവസ്ത്രം ധരിച്ച് പുരുഷന്മാർ ദർശനം നടത്തി. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ വൈകിട്ട് നടന്ന ചടങ്ങിന് നേതൃത്വം നൽകി. മലയാള പഴനി എന്നറിയപ്പെടുന്ന ചെറായി ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവാണ് പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായ വിജ്ഞാനവർദ്ധിനി സഭയുടെ വാർഷിക പൊതുയോഗമാണ് പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ച് ക്ഷേത്രപ്രവേശനമാകാമെന്ന് തീരുമാനമെടുത്തത്. ഷർട്ട് ധരിക്കാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയുമാകാമെന്നാണ് തീരുമാനം. വിശ്വാസികളെ ഇത്തരം കാര്യങ്ങളിൽ നിർബന്ധിക്കേണ്ടതില്ലെന്നാണ് നിലപാട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് ഉൾക്കൊള്ളാനായിട്ട് ആളുകൾ തയ്യാറായി കഴിഞ്ഞു. ഈ വസ്ത്രം ധരിച്ച് വേണം ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം അതിനുവേണ്ടി ഇത് ശിവഗിരി മഠത്തിൽ നിന്ന് ഈ അടുത്ത ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇത് അറിയിപ്പ് കൊടുത്ത് എല്ലായിടത്തും വസ്ത്രം ധരിച്ച് കയറാനുള്ള ഒരു ഇതുണ്ടാക്കണം എന്ന് പറഞ്ഞു. സ്വാമി പറയണത് എന്താണെന്ന് വെച്ചാൽ മേൽവസ്ത്രം മാറ്റാൻ ഉള്ള ഒരു നിർദ്ദേശം നമ്മൾ പാലിച്ചു വരുന്നത് പഴയ കാലത്ത് ഒരു ബ്രാഹ്മണിക്കൽ ആധിപത്യത്തിൻ്റെ ഭാഗമാണ്. കാരണം വെച്ചാൽ നമ്മൾ പൂണൂല് ധരിച്ച് ുണ്ടോ എന്നുള്ളൊരു പരിശോധന എന്നുള്ള നിലക്കാണ് ഈ മുമ്പ് വസ്ത്രങ്ങൾ ഊരി പ്രവേശിക്കണം എന്നുള്ള നിർദ്ദേശം വെച്ചത് എന്നുള്ളതാണ് സ്വാമിയുടെ ഒരു ഇത്. മാത്രമല്ല അതുകൂടാതെ പല സ്വാമിമാരും ഇത് മേൽവസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. കാരണം തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ മറ്റു ആളുകളുടെ ശാരീരികത്തിന് വന്നിട്ടുന്ന വിയർപ്പും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് ബാധിക്കാതിരിക്കാൻ മേൽവസ്ത്രം ഉള്ളത് നല്ലതാണ്. അപ്പം ഇതിന് താന്ത്രികമായിട്ട് പറയുന്നത് മേൽവസ്ത്രം എടുക്കുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ പുരുഷനിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വരുന്നത് നെഞ്ചിലേക്കും സ്ത്രീയുടെ മുഖത്തേക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരു ഷർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വേണ്ട. ഷർട്ട് ധരിച്ചിട്ട് കയറുമ്പോൾ കിട്ടുന്നുള്ളൊരു അനുഗ്രഹം മതി. ഇവിടെ നമ്മുടെ സഭയുടെ ചില അംഗങ്ങൾക്ക് അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവർ ആ പഴയ ആചാരങ്ങളും പഴയ വിശ്വാസങ്ങളും വെച്ച് പോകുന്ന ചില ആളുകൾക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. എന്നാൽ അവർക്ക് ഷർട്ട് ഊരി മേൽവസ്ത്രം ഊരി പ്രവേശിക്കണമെങ്കിൽ അവർക്കതും പ്രവേശിക്കാം, തടസ്സമില്ല. പക്ഷെ നാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഒരു തരത്തിലും മോഹിക്കരുതെന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച് പോന്നിട്ടുള്ള മഹാഗുരുവിൻ്റെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എന്ന നിലക്ക് നമുക്കതിൽ നിർബന്ധമില്ല. മേൽവസ്ത്രം ധരിച്ച് കയറണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മേൽവസ്ത്രം ധരിച്ചും മേൽവസ്ത്രം മാറ്റി കയറണം എന്നുള്ളവർക്ക് ആ രീതിയിലും കയറാം. അപ്പോൾ ഇന്ന് തുടങ്ങി എല്ലാവരും മേൽവസ്ത്രം ധരിച്ച് ഇതിനകത്ത് കിടക്കാൻ പാടുള്ളൂ എന്നുള്ളതില്ല. എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് ഇവിടെ പ്രവേശിക്കാൻ എല്ലാ മതവിശ്വാസികൾക്കും കയറാനുള്ള ഒരു അനുവാദം ഗുരു അന്നേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രമെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അങ്ങനെയൊന്നുമില്ല. സർവ്വമതങ്ങളും ഒരേ മനസ്സോടെ കണ്ടുകൊണ്ടാണ് ഗുരു ഇതിനെ പ്രതിഷ്ഠ ചെയ്തത്. അപ്പം എല്ലാവർക്കും സർവ്വ മതങ്ങളെയും സോദരത്വേന കാണുന്ന ഒരു മാതൃകാ സ്ഥാനമാക്കിയിട്ടാണ് ചെറായി ജ്ഞാനവർദ്ധിനി സഭയിലെ ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ആ മഠത്തിൻ്റെ പരമാധികാരി ഇന്ന് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നമ്മൾ സാഷ്ടാംഗം അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളത് വളരെ ഒരു വിപുലമായ ചടങ്ങോടുകൂടി അത് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഹിന്ദുക്കളുടെ ഐക്യം വേണമെന്ന് നൂറാവർത്തി പറയുകയും എന്നാൽ ഗുരുദേവനെ പോലും അഹിന്ദുവായി അല്ലെങ്കിൽ അബ്രാഹ്മണനായി അവർണനായി തള്ളി മാറ്റിവെച്ചുകൊണ്ട് ഉൾക്കൊള്ളാതെ ഇരിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടായിക്കൊണ്ട് തുല്യമായ സാമൂഹ്യ നീതി എന്ന രീതിയിൽ ശ്രീനാരായണ ഗുരുദേവനും ഗുരുദേവൻ്റെ കൃതികൾക്കും മതിയായ പ്രാതിനിധ്യം തീർച്ചയായും നൽകിയേ തീരൂ. ഇത് ശ്രീനാരായണ സമൂഹത്തിൻ്റെ അഭ്യർത്ഥനയാണ്. ഈ ദേവസ്വം ബോർഡ് അധികാരികൾ ഈ കാര്യത്തിൽ കണ്ണു തുറക്കണമെന്ന അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.